ടീച്ചർ പറഞ്ഞിട്ടാണ് ഈ കുട്ടി ആ സീൽ എടുക്കാൻ പോയത്. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയും, കാരണം എന്റെ സീൽ എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. റൗണ്ട് സീൽ വെക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ. അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഓഫീസിൽ പോയി കുട്ടി സ്വന്തം നിലയ്ക്ക് എടുത്തു എന്നാണോ പറയുന്നത്? ഞാനത് കണ്ടിട്ടില്ല. കാരണം ഞാനിവിടെ എക്സാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എക്സാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പരിശോധിക്കാം സാർ, ഇനി സമയമാവണല്ലേ ഉള്ളൂ സാർ. ക്ലർക്ക് ഇന്ന് എത്തിയിട്ടില്ല. നമസ്കാരം. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ ജീവന് യാതൊരു തരത്തിലുള്ള വിലയുമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിൽ ബെൻസൺ ആന്റണി എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അവൻ്റെ കോളേജിൽ അവൻ്റെ റെക്കോർഡ് ബുക്ക് സൈൻ ചെയ്യുന്നതും അത് സീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെ തുടർന്ന് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും തനിക്കുണ്ടായ മാനസിക വിഷമം മൂലമാണ്, അല്ലെങ്കിൽ തനിക്കെതിരെയുണ്ടായ അത്തരത്തിലുള്ള ചില പരാമർശങ്ങളാണ് തന്നെ തെറി പറഞ്ഞു എന്ന് തന്നെയാണ് ബെൻസൺ ആന്റണി പിന്നീട് രേഖപ്പെടുത്തിയത്. കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു കാരണവശാലും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു നടപടി തന്നെയാണ്, പെരുമാറ്റം തന്നെയാണ് ബെൻസൺ ആന്റണിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹം വിശ്വസിക്കുന്നതും. അങ്ങനെ തന്നെയാണ് കാര്യങ്ങളുടെ പോക്കും. ഈ വിഷയത്തിൽ ബെൻസൺ പഠിച്ചിരുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി. ഞാൻ കുട്ടിയുടെ റെക്കോർഡ് ബുക്ക് സൈൻ ചെയ്ത് കൊടുത്തതാണ്, എന്നാൽ ഒപ്പുവെച്ചതിന് ശേഷം സീൽ ചെയ്യാൻ നോക്കുമ്പോൾ റൗണ്ട് സീൽ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ക്ലർക്കിൻ്റെ സമീപം ചെന്ന് സീൽ വാങ്ങിക്കാനാണ് താൻ പറഞ്ഞത് എന്നാണ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്, കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്നാൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും വരുന്ന മറുപടികൾ ഈ കാര്യത്തിൽ ഒരു തരത്തിലും ദുരൂഹത അഴിക്കുന്നതല്ല, അല്ലെങ്കിൽ സംശയങ്ങൾ തീർക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയല്ല സ്കൂൾ പ്രിൻസിപ്പളും അഥവാ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള ആളുകൾ നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും മോശമായ പെരുമാറ്റം ഉണ്ടായതിൻ്റെ പേരിലാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് ബെൻസൺ ആന്റണി പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര വകുപ്പും കൃത്യമായി തന്നെ ഈ കാര്യത്തിൽ ഇടപെടണം. കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകണം. കേരളത്തിലെ ഒരു വിദ്യാലയത്തിലും ഒരു വിദ്യാർത്ഥിക്ക് പോലും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിയും അകാലമായി ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങാൻ പാടില്ല. ഒരു കാരണവശാലും കുട്ടികളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും, അത് ഭരണതലത്തിലായാലും അല്ലെങ്കിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നായാലും ആർക്കും ഇനിയും ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർ ആരെങ്കിലും ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ കൃത്യമായ നടപടികൾ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹവും ആവശ്യപ്പെടുന്നത്. എന്നാൽ കാട്ടാക്കടയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്കൂൾ അധികൃതർക്ക് ഒരു തരത്തിലും വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് പ്രിൻസിപ്പൽ ഇപ്പോൾ സംസാരിക്കുന്നത്. എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് ഇപ്പോഴും പ്രിൻസിപ്പലിന് കൃത്യമായി അറിയില്ല എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് സംസാരിച്ച പ്രിൻസിപ്പലിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ പ്രിൻസിപ്പൽ ഒരു കാര്യം ചെയ്തു, കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ആരുടെ ഭാഗത്താണ് തെറ്റ് ശരി എന്ന് വിവേചിച്ചറിയാൻ ശ്രമിക്കാതെ, അന്വേഷിച്ചറിയാൻ ശ്രമിക്കാതെ കുട്ടിയുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തുന്ന നടപടിയാണ് ഈ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പ്രിൻസിപ്പൽ തന്നെ പറയുന്നുണ്ട്. പ്രിൻസിപ്പൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇന്ന് പബ്ലിക് എക്സാം നടക്കാതിരിക്കുകയായിരുന്നു ഈ കുട്ടിയുടെ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ളൊരു മോഡൽ എക്സാം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 ബാച്ചായിട്ടാണ്. ഈ കുട്ടി സെക്കൻഡ് ബാച്ചിലാണ്. അപ്പോൾ സെക്കൻഡ് ബാച്ചിലാണ് കുട്ടി. അപ്പം ഞാൻ അതേപോലെ പബ്ലിക് എക്സാം വേറെ നടക്കുന്നുണ്ട്, പ്രാക്ടിക്കൽ എക്സാം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളുടെയും റെക്കോർഡിൻ്റെ ഫ്രണ്ട് പേജ് ഞാൻ സൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഞാൻ സൈൻ ചെയ്യുന്നതും സീൽ വെക്കുകയും ചെയ്യാറുണ്ട്. അപ്പം ഇന്നലെ ആണെങ്കിൽ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ എടുക്കാൻ വേണ്ടി ഒരു അധ്യാപകൻ മണക്കാട് സ്കൂളിൽ പോയതുകൊണ്ട് റൗണ്ട് സീൽ എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പഴയ സീലാണ് ഓഫീസിലുള്ളത്. ആ സീല് വെക്കാനായിട്ട് കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിടുക ചെയ്യുക. അപ്പോൾ ഓഫീസിൽ സംഭവിച്ചതിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇപ്പം അങ്ങോട്ട് പോയതെന്ന് ചോദിച്ചു. അപ്പം നീ പോകാൻ കാരണം നിൻ്റെ കയ്യിൽ റെക്കോർഡ് ഇപ്പോൾ അവൻ്റെ ഞാൻ സൈൻ ഇട്ടിട്ടില്ലായിരുന്നു, കാരണം സെക്കൻഡ് ബാച്ചിലുള്ള കുട്ടിയാണ്. ഉച്ച കഴിഞ്ഞാണ് റെക്കോർഡ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവൻ്റെ ഇതല്ല. അപ്പോൾ ചോദിച്ചപ്പോൾ കുട്ടി തന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ അല്ല ടീച്ചർ, ഞാൻ വേറൊരാളുടെ കൊണ്ടാണ് പോയെന്ന് ചോദിച്ചാൽ ആരുടെയാന്ന് ചോദിച്ചിട്ട് ആൾ പറഞ്ഞില്ല, ആരുടെയാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും കാര്യം ചോദിച്ചു, എല്ലാവരും ചോദിച്ചു. ഞാൻ സംസാരിച്ചു. പിന്നെ ഞാൻ തിരക്കിലായതുകൊണ്ട് മറ്റു അധ്യാപകരും അവരോട് സംസാരിച്ചു. പിന്നെ അത് ശാന്തമായി, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ക്ലർക്കുമായിട്ട് അവിടെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ലാബിലായിരുന്നു. ലാബ് നമ്മുടെ മുകളിലാണ്. അപ്പം ഞാൻ എക്സാമിന് നിൽക്കുകയാണ്. ടീച്ചർ അതിനുശേഷം അന്വേഷിച്ചിരുന്നു എന്താണ് സംഭവം?
സംഭവം ചോദിച്ചാൽ അയാൾ അങ്ങനെ സംസാരിച്ചില്ല. ക്ലർക്ക് പരാതിയായിട്ടല്ല പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ പറഞ്ഞു അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ, നമുക്ക് ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ, ഞാനാണല്ലോ സീൽ വെച്ച് തരുന്നതെന്ന് പറഞ്ഞു. കുട്ടിയുടെ അമ്മയോട് ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞിട്ടില്ല. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല എന്ന് മാഡം പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്താൻ വേണ്ടി ശ്രമിച്ചത് മാഡം? ഇപ്പം പറയുന്ന ഈ ക്ലർക്ക് അങ്ങനെ സംസാരിച്ചില്ലെന്ന് മാഡം പറയുന്നുണ്ട്. അല്ല, ഇപ്പം പറഞ്ഞത് അങ്ങനെയാണ്, അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാൻ അയാളോട് ക്ലർക്ക് പറഞ്ഞിട്ടില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ ലാബിലായിരുന്നു. ഞാൻ അറിയില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് അവിടെ കുട്ടിക്ക് പരാതിയുമില്ല, ക്ലർക്ക് അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്തിനാണ് രക്ഷകർത്താക്കളെ വിളിച്ചു വരുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാർ. ഞാൻ അവിടെ ഇവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്, രക്ഷകർത്താവിനെ വിളിച്ചത്. ഇല്ല അല്ല, കുട്ടി റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് സെക്കൻഡ് ബാച്ചിന്റെ കൂടെയാണ്. അതിന് ഇന്ന് പരീക്ഷ അടക്കാനുള്ളതാണ്. അത് സൈൻ ചെയ്ത് സ്പൈറൽ ബൈൻഡ് ചെയ്താൽ മാത്രമേ ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇല്ല അവന്റെ റെക്കോർഡ് ഉണ്ട്. ഞാനത് എന്നിട്ട് അത് കഴിഞ്ഞ് മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. അല്ലല്ല, അവൻ സീല് വെക്കാൻ പോയത് അവന്റെ റെക്കോർഡല്ല. അല്ല, അത് ഞാൻ സൈൻ ചെയ്ത് കൊടുത്താലേ സീല് വെക്കാൻ. പിന്നീട് ആ കുട്ടിയുടെ റെക്കോർഡ് സൈൻ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് സീലും വെച്ച് ഞാൻ തന്നെ സീൽ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ഫ്രണ്ടിലത്തെ കടയിൽ എന്തോ സ്പൈറൽ ബൈൻഡ് ചെയ്യാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മേടിച്ചിട്ടേ പോകാവൂ, കാരണം രാവിലെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ആയിരിക്കും. ആൺകുട്ടികളുള്ള ബാച്ച് ഫസ്റ്റ് ബാച്ചാണ്. അല്ല, കുട്ടി മോശമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പം അത് അറിയിക്കാൻ വേണ്ടി കുട്ടി തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു ക്ലർക്കുമായിട്ട്. അങ്ങനൊന്നും എന്നോട് പറഞ്ഞില്ല കുട്ടി. അല്ല, കുട്ടി എന്നോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ ക്ലർക്കിനോട് നമ്മൾ വിശദീകരണമാണ് ചോദിക്കുന്നത്. ക്ലർക്കിനോട് ചോദിച്ച ആളൊന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത്. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് എക്സാം, സാധാരണ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ വീട്ടിൽ വിളിച്ച് പറയുക, അത് ഇവിടുത്തെ രീതിയാണ്. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ്. ഇന്ന് ലീവാണെന്ന് എൻ്റെ അടുത്ത് വാട്സാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, അതായത് ഈ അധ്യാപിക പറഞ്ഞിട്ടാണ്, ടീച്ചർ പറഞ്ഞിട്ടാണ് ഈ കുട്ടി ആ സീൽ എടുക്കാൻ പോയത്. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം, കാരണം എന്റെ സീൽ എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. റൗണ്ട് സീൽ വെക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ. അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഓഫീസിൽ പോയി കുട്ടി സ്വന്തം നിലയ്ക്ക് എടുത്തു എന്നാണോ പറയുന്നത്? ഞാനത് കണ്ടിട്ടില്ല, കാരണം ഞാനിവിടെ എക്സാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എക്സാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പരിശോധിക്കണം സാർ, ഇനി സമയമാവണല്ലേ ഉള്ളൂ സാർ. ക്ലർക്ക് ഇന്ന് എത്തിയിട്ടില്ല. അല്ല, ക്ലർക്ക് രാത്രിയിൽ ഇങ്ങനെ ഇട്ടേക്കുന്ന, രാത്രിയിൽ ഇട്ടെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെയാണ് കാണുന്നത്. ഞാനത് തുറന്നു നോക്കിയിട്ടൊന്നുമില്ല. അല്ലല്ല, ലീവ് ഫോം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പറയാൻ, കാഷ്വൽ ലീവ് അത്യാവശ്യത്തിന് എടുക്കും, അവർ വിളിച്ച് പറയും, വന്നിട്ട് തരിക. അല്ല, കമ്പ്യൂട്ടർ ലീവ് അങ്ങനെയൊക്കെയുള്ള മാത്രം നേരത്തെ തരാറുള്ളൂ. ആ സീൽ എടുത്താൽ അത് ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കുട്ടിയുടെ പഠന സംവിധാനത്തിൽ സീൽ ചെയ്യാൻ വേണ്ടി മാത്രമാണല്ലോ അത് ഉപയോഗിക്കുക. സ്കൂളിന്റെ ഒഫീഷ്യൽ സീലാണ്. വേറെ തരത്തിൽ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയില്ലല്ലോ. ആ കുട്ടി അങ്ങനെ സഹകരിക്കണം. അങ്ങനെ എടുത്തതിന് ആ കുട്ടി അങ്ങനെ മോശമായി ആ കുട്ടിയോട് സംസാരിക്കണം. ഇല്ല, അങ്ങനെ നമ്മൾ സംസാരിക്കാറില്ല. സംസാരിക്കണം, അതാണ് ചോദിച്ചത്. ക്ലർക്ക് അല്ല ആക്ച്വലി ഇതിൽ ഇടപെടുന്ന ആള്, ക്ലർക്ക് അല്ല. അല്ല, ഈ കുട്ടിയായിട്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ക്ലർക്ക് 2 വർഷമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്, 2 വർഷമായുള്ളൂ. എന്താണ് സാർ? സ്വാഭാവികമായി 2 പേരോടും ആളോട് ചോദിച്ചു ഞാൻ. അപ്പോൾ ആള് സംസാരിച്ചില്ല. ആളുടെ രീതി അങ്ങനെയാണ്. ഇല്ല, അങ്ങനൊന്നും പറഞ്ഞില്ല. ഒരു മറുപടി നൽകില്ല. കഴിക്കാൻ കുട്ടിയുടെ അമ്മയോട് ഞാനാണ് വരാൻ പറഞ്ഞത്. അത് വേറൊന്നിനല്ല, ഇങ്ങനെ ഇവിടെ വന്നിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമ്മൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്.
ആ കുട്ടിയോട് മോശമായിട്ടോ രക്ഷകർത്താവിനോട് മോശമായിട്ടോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല അതിൽ. കുട്ടിയുടെ റെക്കോർഡുകളെല്ലാം ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. രാവിലെ എക്സാമിന് വരാൻ പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ വിശദീകരണം ചോദിക്കൂ എവിടെ നിന്ന്? ക്ലർക്കിനോട് തീർച്ചയായും ചോദിക്കും. എന്നോട് ഇപ്പം മുകളിൽ നിന്ന് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും. മറ്റൊന്നും ചെയ്യില്ല.